നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോടിയേരിക്ക് ശേഷം നീലക്കുറുക്കൻ രാജാവായതുപോലെ എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി. ഇപ്പോഴിതാ കുളത്തിൽ വീണ് ഗോവിന്ദന്റെ നിറം പോയിരിക്കുന്നു. പാർട്ടി അണികളും പ്രവർത്തകരുമൊക്കെ ഗോവിന്ദന്റെ തനിസ്വരൂപം തിരിച്ചറിയുന്നു. CPM-ൽ പിണറായി വിജയനെ ആക്രമിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് തൊട്ടുപിന്നാലെ തിരുത്തലുകൾക്ക് പാർട്ടി തയ്യാറാണ് എന്ന് ഗോവിന്ദൻ വെറുതെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തള്ളിവിട്ടിരുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയ്ക്കെത്തിയ എം.വി. ഗോവിന്ദൻ പാർട്ടി നേതാക്കളുടെ മുന്നിൽ കേണപേക്ഷിക്കുന്നു. പിണറായി വിജയനെ നിങ്ങൾ ഒരു പരിധി വിട്ട് ആക്രമിക്കരുത്, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുതെന്നായിരുന്നു എം.വി. ഗോവിന്ദൻ പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ നടത്തിയ അഭ്യർത്ഥന. ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ കടുത്ത ഭരണപരാജയമില്ല എന്ന് എം.വി. ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ വാദിച്ചു നോക്കി. പരാജയ ഉത്തരവാദിത്വം കൂട്ടായി എടുക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയോട് എം.വി. ഗോവിന്ദന്റെ ആവശ്യം. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചു. പിണറായി വിജയന് പ്രതിരോധം സൃഷ്ടിക്കാൻ എം.വി. ഗോവിന്ദൻ ശ്രമിച്ചുവെങ്കിലും അംഗങ്ങൾക്കിടയിൽ ഇ.പി. ജയരാജനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എം.വി. ഗോവിന്ദൻ തയ്യാറായില്ല. കണ്ണൂർ ജില്ല ഭരണത്തെയും പാർട്ടിയെയും ഒക്കെ ഹൈജാക്ക് ചെയ്തു എന്ന വിലയിരുത്തലാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നമ്മൾ ഉയർന്നു കേട്ടത്. കൊല്ലം ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ എടുത്തുടുക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് തൊടുത്തത്. ജില്ലാ കമ്മിറ്റിയിൽ സന്നിഹിതനായിരുന്ന എം.എ. ബേബി ഇത്തരം ചർച്ചകളെ പ്രോത്സാഹിപ്പിച്ചു. പിണറായി വിജയൻ ദുർബലനായതോടെ കണ്ണൂർ ജില്ലയിൽ പി. ജയരാജൻ കൂടുതൽ ശക്തനാവുകയാണ്. പി. ജയരാജനെ ഒതുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് എം.വി. ഗോവിന്ദനും വ്യക്തമായി അറിയാം. മുൻപ് ഇ.പി. ജയരാജനും പി. ജയരാജനും തമ്മിലുള്ള പോരിൽ പി. ജയരാജനൊപ്പമായിരുന്നു എം.വി. ഗോവിന്ദൻ. എന്നാൽ പിണറായി വിജയനെ കൈവിട്ടൊരു കളിക്ക് എം.വി. ഗോവിന്ദന് ത്രാണിയില്ല. കോടിയേരിക്ക് ശേഷം ഇ.പി. ജയരാജനെ തഴഞ്ഞ് എം.വി. ഗോവിന്ദനെ സെക്രട്ടറിയായ നന്ദി കാട്ടുകയാണ് ഇപ്പോൾ ഗോവിന്ദൻ. പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ചില നേതാക്കൾ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴും ശക്തരായി തുടരുന്നുവെന്ന് എം.വി. ഗോവിന്ദൻ അറിയാം. പിണറായി ദുർബലനാവുന്നതോടെ അവർ ചിന്നിച്ചിതറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ കീഴിലുള്ള ആ നേതാക്കളെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമാണ് ഗോവിന്ദൻ പയറ്റുന്നത്. മറുവശത്താവട്ടെ പി. ജയരാജൻ പിണറായി വിജയനെ പോലും വിമർശിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കളം നിറഞ്ഞിരുന്നു. ഭാവി മുഖ്യമന്ത്രിയാകേണ്ട കെ ശൈലജയെ വാഴ്ത്തിപ്പാടുകയായിരുന്നു പി. ജയരാജൻ. ജനം മുഖ്യമന്ത്രിയായി കണ്ട ശൈലജയെ വടകരയിലിട്ട് തോൽപ്പിച്ചുവെന്നാണ് പി. ജയരാജൻ പ്രതികരിച്ചത്. തോൽപ്പിച്ചത് CPM ആണോ കോൺഗ്രസ് ആണോ എന്ന് ജയരാജനൊട്ട് വ്യക്തമാക്കിയതുമില്ല. ചുരുക്കത്തിൽ പിണറായി വിജയനെ തന്നെയാണ് പി. ജയരാജൻ പലപ്പോഴും തൻ്റെ വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നതും. ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ശൈലി ഉണ്ടാവുക സാധാരണമാണ്. അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഗോവിന്ദൻ്റെ വിശദീകരണം. പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് തൻ്റെ ശൈലി മാറ്റാം എന്ന് ഗോവിന്ദൻ പ്രവർത്തകർക്ക് മുന്നിൽ ഒരു ഓഫർ അങ്ങ് വെച്ചു. ഒരു മൈക്ക് ഓപ്പറേറ്ററെയും താൻ ശാസിച്ചിട്ടില്ല. തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിന് മറുപടിയായി ഗോവിന്ദൻ്റെ വാക്കുകൾ. ചുരുക്കത്തിൽ തൻ്റെ ശൈലി വേണമെങ്കിൽ മാറ്റാം, പിണറായി വിജയൻ്റെ ശൈലി മാറ്റാൻ കഴിയില്ല എന്ന നിലപാടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഗോവിന്ദൻ സ്വീകരിച്ചത്. CPM ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന വിമർശനങ്ങളിൽ ആകെ അസ്വസ്ഥനാണ് പിണറായി വിജയൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇതിനെ ഏതു വിധേനയും പ്രതിരോധിക്കാനുള്ള തീരുമാനം പിണറായി ക്യാമ്പ് കൈക്കൊണ്ടു കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റികളിൽ തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കളെ ഉന്നമിട്ട് നോട്ടമിടുക തന്നെ ചെയ്യും ഇനി പിണറായി ക്യാമ്പ്. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയത തലപൊക്കുന്നുണ്ടോ എന്ന സംശയം പിണറായി വിജയൻ ക്യാമ്പിൽ ശക്തമാണ്. കണ്ണൂർ ജില്ലയിൽ പി. ജയരാജൻ വിരുദ്ധ ഗ്രൂപ്പിൻ്റെ നേതാവായി തുടരുന്നു. ജി. സുധാകരനും എം.എ. ബേബിയുമൊക്കെ പരസ്യമായി തങ്ങളുടെ നിലപാട് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല നേതാക്കളും പിണറായി വിജയനോട് അകൽച്ച പാലിക്കുകയാണ്. തോമസ് ഐസക് ഏത് ഗ്രൂപ്പിലാണ് എന്ന നയം ഇതുവരെ വ്യക്തമാക്കുന്നില്ല. എങ്കിലും പിണറായി വിരുദ്ധ ഗ്രൂപ്പിലാണ് ഇപ്പോഴും ഐസക്കിൻ്റെ സ്ഥാനം. പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങൾ വളരാൻ അനുവദിക്കരുത് എന്ന തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് എം.വി. ഗോവിന്ദൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുള്ള ഈ പ്രകടനം. എറണാകുളത്തും പത്തനംതിട്ടയിലുമൊക്കെ പിണറായി വിജയനെ എടുത്തിട്ട് അലക്കുകയായിരുന്നു ജില്ലാ കമ്മിറ്റിക്കാർ ചെയ്തത്. അതിൻ്റെ കലിപ്പ് പിണറായി വിജയൻ്റെ ഉള്ളിൽ ചെറുതൊന്നുമായിരിക്കില്ല.
കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഏറ്റവും രൂക്ഷമായി പിണറായി വിജയനെ നശിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് മിക്ക ജില്ലാ കമ്മിറ്റികളും തുറന്നടിക്കുന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും സമാനമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉയരാനിരിക്കവെയാണ് എം.വി. ഗോവിന്ദൻ്റെ അപ്രതീക്ഷിതമായ തിരിച്ചടി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്നാണ്. തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റെതായി എന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ എം.വി. ഗോവിന്ദൻ ചെയ്തതുപോലെ വിമർശനങ്ങളുടെ മൂടിക്കെട്ടാൻ എം.എ. ബേബി ശ്രമിച്ചതുമില്ല. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നുവരെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ തുറന്നടിച്ചു. ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷണമാണ് മറുപടി പ്രസംഗം തുടങ്ങവേ എം.എ. ബേബി തൻ്റെ പ്രസംഗത്തിൽ ആമുഖമായി പറഞ്ഞത്. ഇതോടെ ബേബി തൻ്റെ നയം വ്യക്തമാക്കി. ഗോവിന്ദൻ്റെ നേരെ ഘടകവിരുദ്ധമായ സമീപനമാണ് എം.എ. ബേബി സ്വീകരിച്ചത്. പാർട്ടി രണ്ടായി നെടുക പിളരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ. പിണറായി വിജയൻ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ കഴിയുമോ എന്ന സംശയമാണിപ്പോൾ പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ. ഈ മാസം തന്നെ കേന്ദ്ര കമ്മിറ്റി ചേരാനിരിക്കുന്നു. പിണറായി വിജയനോട് കസേര ഒഴിയാൻ കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുമോ എന്ന സംശയം കേരളത്തിൽ ബലപ്പെടുകയാണ്. അടിമുതൽ മുടി വരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്ന പ്രഖ്യാപനമാണ് എം.എ. ബേബി നടത്തിയിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗമായ എം.എ. ബേബിക്ക് സീതാറാം യെച്ചൂരിയുടെ മനസ്സ് കൃത്യമായി വായിക്കാനറിയാം. അതുകൊണ്ട് തന്നെ കടുത്ത സംശയങ്ങളാണ് ഇപ്പോൾ ഉന്നതതല നേതൃത്വത്തിനുള്ളത്. മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല, ചടങ്ങിൻ്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു. ഇടതുപക്ഷ സഹയാത്രികനായ കൂറിലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിൽ. ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ അംഗങ്ങളെപ്പോലെ കഴിവുള്ളവർ ആരുമില്ല രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ. 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന തീരുമാനം ഏറെ നിഗൂഢമാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് അംഗങ്ങൾ ചോദിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ല എന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ വിമർശനങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു എന്നും അംഗങ്ങൾ തുറന്നടിച്ചു. 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന തീരുമാനവും ഏറെ നിഗൂഢമാണ്. പല ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, കടന്നാക്രമിക്കുന്നു. എം.വി. ഗോവിന്ദൻ എത്ര മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും പാർട്ടി അണികളും നേതാക്കളുമൊക്കെ രോക്ഷാകുലരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ കഴിയൂ. അതുകൊണ്ട് തന്നെ നീലക്കുറുക്കൻ്റെ നീലം പോയി യഥാർത്ഥ സ്വഭാവം ജനത്തിനും പാർട്ടി അണികൾക്കും പ്രവർത്തകർക്കുമൊക്കെ ബോധ്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.